ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് നോക്കാം. കൊഴുക്കട്ട നമ്മൾ കേട്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ രുചിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ബട്ടൺ മറക്കാതെ ക്ലിക്കും ചെയ്യണേ. എല്ലാം സെറ്റ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഒരു പാത്രത്തിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇതിൽ ചേർക്കണം. ഇനി മധുരം കിട്ടാനായി 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ രുചി അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ സോൾട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഒരു 2-3 മിനിറ്റ് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ മാവുമായിട്ട് മിക്സ് ആവണം. ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് നമുക്ക് ചേർക്കാനുള്ളതാണ്. ചൂടുവെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ച് തുടങ്ങാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ചെറിയ ലൂസായിട്ട് വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ. ചൂടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ നല്ലതുപോലെ നനച്ചിട്ട് വേണം മിക്സ് ചെയ്ത് തുടങ്ങാൻ. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം. മാവ് ചെറുതായി ലൂസായത് കൊണ്ട് അകം നല്ലതുപോലെ വെന്ത് കിട്ടും. മിക്സ് ചെയ്യുമ്പോൾ മാവ് ലൂസായി വന്നില്ലെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. കൂടുതൽ ലൂസാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുൾ മാവും നമ്മൾ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാനീയം റെഡിയാക്കാം. നെക്സ്റ്റ് നമുക്ക് പാനീയം ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിൽ തേങ്ങാപ്പാൽ എടുക്കണം. 2ാം പാലാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇതിൽ ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തരികളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. നെടുങ്ങനെ കീറിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് ഓരോരോ ബോൾസായി ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബോൾസ് ഒരുമിച്ച് ചേർക്കരുത്, ഓരോന്നോരോന്നായിട്ട് ചേർക്കണം. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബോൾസ് ചേർക്കുന്നതിനിടയിൽ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ബോൾസ് തമ്മിൽ ഒട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ബോൾസ് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കിനി ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ച് വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ പൊങ്ങി കളയാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. കട്ടിയുള്ള 1ാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ബോൾസ് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഇനിയൊന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഏലക്ക ചതച്ചത് ഇതിൽ ചേർക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇങ്ങനെ ഒരു 15-20 മിനിറ്റോളം ഇതിങ്ങനെ വെച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ ലിറ്റിൽ സ്പൈസി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാവും. ഇത് മതിയാവും നമ്മുടെ ഒരു നേരത്തെ വിശപ്പ് മാറാനായിട്ട്. എന്തായാലും ഫീഡ്ബാക്ക് തീർച്ചയായും എന്നെ അറിയിക്കണേ. ഈ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.